മമ്മു ഇന്റർവ്യൂവിൽ കൊടുത്ത ഇൻസിഡന്റ് കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. അതിനുശേഷം പിന്നീടാണെങ്കിലോ തൊപ്പി ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു. ഈ തൊപ്പിൻ്റെ അകത്താണ് വിദഗ്ധമായിട്ട് അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടായിരുന്ന 7 ലക്ഷത്തിൻ്റെ മുകളിലുണ്ടായ വ്യൂവേഴ്സിന് മുഴുവനായിട്ട് തൊപ്പി കുത്തിന്ന് പറ്റിക്കുകയാണ് ചെയ്തത്. ഈ ലൈവും കാര്യങ്ങളും ഇവൻ തുടങ്ങുന്നതിനും കാട്ടി മുമ്പേ തന്നെ സ്ക്രിപ്റ്റും പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി തന്നെ ചെറിയൊരു വീഡിയോ നമുക്ക് ഈ സൈഡ് കാണിച്ചു തരാം. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു ചാൻസ് കൊടുക്കണ്ടടാ. കണ്ണടട്ടോ ചിരിക്കുന്ന നിങ്ങൾ കണ്ടുക. ഇതിന് ശേഷം മമ്മു പറയുന്ന ഇവൻ ചിരിച്ച് ഇതെന്തിനാണ് ചിരിച്ച് ഈ പുല്ലിൻ്റെ അടുത്ത് നോക്കരുത് എന്ന് മനസ്സിലായി അപ്പുറത്ത് മാറി നിൽക്കുകയാണ്. ഇതേപോലെ തന്നെ അടുത്തൊരു ഇൻസിഡന്റ് കൂടി നടക്കുന്നുണ്ട്. അതായത് ഇവരെ കുക്ക് ഇത്തരത്തിൽ തന്നെ ഒരു കാര്യം ഇങ്ങനെ തൊപ്പിയുടെ ഡയലോഗും കാര്യങ്ങളും പറയുമ്പോൾ തന്നെ ഈ കുക്കും ചിരിക്കുന്നുണ്ട്. ഈ തൊപ്പിയാണെങ്കിൽ വളരെയധികം വലിയ രീതിയിൽ തന്നെ സ്ക്രിപ്റ്റായി പ്ലാനിങ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ തന്നെ ഈ ലൈവും കാര്യങ്ങളും ഇവൻ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് തൊപ്പീനെ കൂടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ തൊപ്പിയാണെങ്കിൽ മമ്മൂക്കാണെങ്കിൽ ചില തരത്തിലുള്ള ശിക്ഷയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. മമ്മൂനെ ഇപ്പം പുറത്താക്കും എന്ന് ജനങ്ങളുടെ മുമ്പിലെല്ലാം ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ജനങ്ങളെ ഇവൻ സ്കൂട്ടായി പറ്റിക്കുകയാണ് ചെയ്തത്. അവിടെയുള്ള എല്ലാവരും അടുത്ത് എന്താക്കിയിട്ടുണ്ട്, ഇവൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇത്തരത്തിലാണ് പ്ലാനിങ്ങും കാര്യങ്ങൾ ചെയ്യുന്നത്. മമ്മു ആണ് കരയണം. ഈ കരയുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇവൻ ക്യാമറേനെ നോക്കിയിട്ടാണ് കരയുന്നത്. അതായത് ഇവർ ലൈവും കാര്യങ്ങളും ചെയ്യുന്ന ക്യാമറേനെ നോക്കും. കരഞ്ഞതിന് ശേഷം പിന്നീടാണ് ക്യാമറേനെ നോക്കിയിട്ടാണ് ഇവൻ കരയുന്ന കാര്യങ്ങളൊക്കെ. ഇത്തരത്തിൽ തന്നെ തൊപ്പിയാണ് പിന്നീട് എനിക്ക് ശിക്ഷയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ആ ശിക്ഷയും കാര്യങ്ങളും നമുക്കൊന്ന് കേൾക്കാം. ഒരു തൊഴുത്തു മാത്രം റൂമുണ്ട്. ഇവനൊരു റൂം വേണ്ട. ഞാൻ പറയുന്നത് ഇവൻ സെൻട്രൽ ഹാളിൽ കിടക്കട്ടെ, എല്ലാ ദിവസവും രാവിലെ ജിമ്മിൽ പോട്ടെ, ഡയറ്റ് പ്ലാൻ ഇതാക്കട്ടെ, 5 നേരം നിസ്കരിക്കട്ടെ, പഠിക്കാൻ പോട്ടെ, എല്ലാം ചെയ്യട്ടെ. അപ്പോൾ ഇവൻ നന്നായിക്കോളും. ഓക്കെ, ഒരുത്തനെ നന്നാക്കി എടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. ഓക്കെ, 1 മില്യൺ 1 മില്യൺ അടിച്ചിട്ട് സെലിബ്രേഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. സെലിബ്രേറ്റ് ചെയ്താലോ കേൾക്കാനും പറ്റില്ല. തൊപ്പിൻ്റെയും മുമ്പത്തെ ലൈവ് സ്ട്രീമും കാര്യങ്ങളൊക്കെ പണ്ടത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം ഫുള്ളായിട്ട് പ്ലാനിങ്ങും കാര്യങ്ങളും ചെയ്തിട്ട് ആ സ്ക്രിപ്റ്റും കാര്യങ്ങളിലോട്ടും തൊപ്പി കൃത്യമായി കൊണ്ടുവന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നുണ്ടായത്. ഇതിന് മുമ്പേ തന്നെ പറയുന്നുണ്ട് ഐഷൻ സ്പീഡിനെ അവൻ കോപ്പി അടിച്ചിട്ടാണ് ലൈവ് സ്ട്രീമും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ ഈ സ്ട്രീമിങ്ങിൻ്റെ അകത്ത് അവനിക്ക് പ്രധാനമായിട്ടുള്ള ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും. ഇത്തരത്തിൽ തന്നെ മമ്മു ആണെങ്കിൽ ലൈവ്, അതായത് ഇത്തരത്തിൽ തന്നെ വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ഈ ചാനലിനകത്താണെങ്കിൽ ഇവൻ അശ്ലീല തരത്തിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം തൊപ്പി ഇവനിക്കെതിരെ റിയാക്ട് ചെയ്യണം. അത് മാത്രമല്ല തൊപ്പിയാണെങ്കിൽ ഇവൻ ഇതിൻ്റെ അകത്ത് നിന്ന് പുറത്താക്കാനും പാടില്ല. ഇവനെ വെച്ച് ലൈവും കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ഇവനിക്ക് നല്ല രീതിയിലുള്ള റീച്ചും കാര്യങ്ങളും കിട്ടും. ഇതിലൂടെ തന്നെ ഇവനിക്ക് ധാരാളം പണവും കാര്യങ്ങളും കിട്ടും. ഇതിലൂടെ തന്നെ തൊപ്പിക്കാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് തൊപ്പി ചിന്തിച്ച് കൂട്ടിക്കൊണ്ട് തന്നെ പിന്നീട് ലൈവ് സ്ട്രീം ചെയ്യുന്നതിനെക്കാട്ടി മുമ്പേ തന്നെ ഇവൻ്റെ ഗ്യാങ്ങിനെ മുഴുവനായി വിളിച്ചു കൂട്ടിയതിന് ശേഷം പ്ലാനിങ്ങും കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനുശേഷമാണ് തൊപ്പിൻ്റെ വളരെയധികം വലിയ രീതിയിലുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നീട് ഇവരെ സ്ക്രിപ്റ്റും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ ഇനി ഒന്നും ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഈ മമ്മു ആണെങ്കിൽ ഇത്തരത്തിൽ തന്നെ ലൈവ് കടന്നിട്ട് പൊട്ടി കരയും ചെയ്യും. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഈ കണ്ണടട്ടോനെ നോക്കുന്ന സമയത്താണ് ഈ കണ്ണടട്ടോൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. ഈ സ്കിറ്റിൽ നിന്ന് കയ്യിൽ നിന്ന് പോയതിന് ശേഷം ഇവനാണ് ചിരിക്കുന്നുണ്ട്. ഇത് ലൈവ് സ്ട്രീമും കാര്യങ്ങളുമാണല്ലോ. ഇതൊക്കെ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കൈ മറച്ചും കൊണ്ട് തന്നെ അപ്പുറത്തോട്ട് നോക്കുകയാണ്. അപ്പുറത്തോട്ട് നോക്കുമ്പോൾ മമ്മുവാണ് കാണുന്ന നേരെ ഇവൻ നോക്കുമ്പോൾ ചിരിക്കുന്നതാണ്. ഇവനാണ് എന്തിനാണ് ചിരിക്കുന്നത്, ഇവൻ്റെ അടുത്ത് നോക്കുന്നതാണ്. ഇവൻ ചിരിച്ചിട്ടുള്ളതും കൂടി കയ്യിൽ നിന്ന് പോകുന്ന തിന്നുകൊണ്ട് തന്നെ മനുകൊണ്ട് ആട് കരയുന്നോട്ട് കിന്നും കൊണ്ട് തന്നെ ഇപ്പുറത്തെ തൊപ്പീൻ്റെ അടുത്തോട്ട് മാറി എന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത്തരത്തിൽ തന്നെ നോക്കുന്ന സമയത്താണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് വെൽ പ്ലാൻഡ് ആയിട്ട് തൊപ്പി ചെയ്തിട്ടുള്ള ഒരു പരിപാടിയും കാര്യങ്ങളുമാണ്. ഇതിനെ പറ്റിയിട്ടാണ് മമ്മുക്കെതിരെ ഇവന് തൊപ്പി റിയാക്റ്റും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം. പിന്നീട് ഇവൻ്റെ ഓഡിയൻസിനെ പോക്കാനും പാടില്ല. അതുപോലെ തന്നെ മമ്മുവിനെ ലൈവ് സ്ട്രീമിൽ നിന്ന് ഇറക്കി വിടാനും പാടില്ല. ഇത്തരത്തിൽ തന്നെ ഇവ പ്ലാനിങ് കൂട്ടിയും കൊണ്ട് തന്നെ ഇത്തരത്തിൽ തന്നെ ചെയ്തൊരു കാര്യമാണ്. ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇവൻ്റെ സ്കിറ്റും കാര്യങ്ങളും വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് ഇവൻ നോക്കും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മറിച്ചാണ് ഈ ലൈവ് സ്ട്രീമിൻ്റെ അകത്ത് തന്നെ നോക്കുന്ന സമയത്ത് തന്നെ 2-3 ആൾക്കാരൊക്കെ കയ്യിൽ നിന്ന് പോവുകയാണ് ചെയ്തത്. ഇതൊക്കെ കൊണ്ട് തന്നെ ചില ആൾക്കാർക്കൊക്കെ ഡൗട്ടും കാര്യങ്ങളും അടിക്കുകയും ചെയ്യും. ഇവൻ വളരെയധികം വലിയ രീതിയിൽ തന്നെ പ്ലാൻഡ് ആയി കൊണ്ട് തന്നെ ഇത്തരത്തിൽ തന്നെ ലൈവ് സ്ട്രീമും കാര്യങ്ങളുമാണ് ഇത് ചെയ്തിട്ടുള്ളത്.